നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരല്ല താരീഖിലുള്ള കേട്ടോ. ആദം നബി മുതൽ വരെയുള്ള എല്ലാ വാപ്പാരെ പേരും ഉണ്ട്. പക്ഷെ പഠിക്കൽ നിർബന്ധമായത് 20 തന്നെ ഉള്ളൂ. അതിന്റെ കാരണം 20 വാപ്പാരുടെ പേരിൽ ഒരഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അവിടുന്നാണ് വിട്ടാൽ നേരിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാരുടെ പേരറിയപ്പെട്ടത്, ചിലരുടെ ഓമന പേരറിയപ്പെട്ടത്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ 20 വാപ്പാരിൽ പേരിന്റെ കാര്യത്തിൽ ഒരു തർക്കമില്ലാത്തതുകൊണ്ടാണ് 20 നിർബന്ധമായത്. നമ്മുടെ മക്കൾക്ക് നമ്മളെ വാപ്പ എവിടെയാണ് ജനിച്ചത്, നമ്മുടെ വാപ്പാന്റെ ഖബർ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് മുത്തുനബിയുടെ ഖബർ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നിർബന്ധവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാതി അൻ യതഅല്ലമ ഔലാദഹും بأن نبينا محمدا صلى الله عليه وسلم ولد بمكة ودفن بالمدينة. അവ്വലു വാജിബിൻ ആദ്യം നിർബന്ധമാകുന്നത് അലൽ ആബാഇ വാപ്പാരെ മേലില് വൽ ഉമ്മഹാതി ഉമ്മമാരെ മേലിലും അൻ യതഅല്ലമ ഔലാദഹും മക്കളെ പഠിപ്പിക്കലാണ്. ബി അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉലിദ ബി മക്ക മക്കയിൽ ജനിച്ചു, വദുഫിന ബിൽ മദീന മദീനയിൽ മറവ് ചെയ്തു. ഞാനെവിടെ ജനിച്ചതെന്ന് ഇപ്പം എനിക്കറിയില്ല. എൻ്റെ മനവരലേക്കാരം തോന്നുന്നുണ്ട് എന്ന് മാത്രം. ചിലരൊക്കെ ആശുപത്രിയിലേക്കാരം. ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവരും ആശുപത്രിയിലാണ്. ഞാനെവിടെ ജനിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഈമാന് കുഴപ്പമൊന്നും പറ്റൂല. മുത്തുനബി അവിടെ ജനിച്ചതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ തെറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. 8 കാര്യങ്ങൾക്കാണ് താരീഖ് എന്ന് പറയാം. 8 കാര്യങ്ങൾ. 1 എന്നാണ് ജനിച്ചത്, 2 എവിടെയാണ് ജനിച്ചത്, 3 വാപ്പാന്റെ പേരെന്താണ്, 4 ഉമ്മാന്റെ പേരെന്താണ്, 5 ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്, 6 എന്നാണ് മരണപ്പെട്ടത്, 7 എവിടെ വെച്ചാണ് മരണപ്പെട്ടത്, 8 എവിടെയാണ് ഖബറടക്കം ചെയ്തിട്ടുള്ളത്. 8 കാര്യങ്ങൾ അറിയുന്നതിനാണ് ഒരാളുടെ താരീഖ് അറിയുക എന്ന് പറയുന്നത്. വലിയൊരുനാക്ക് വാപ്പ മകനെ പള്ളിക്ക് കൊണ്ടുപോയിട്ട് വാപ്പാന്റെ ഖബർ കാണിച്ചു കൊടുക്കണതിന്റെ മുന്നേ, ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കണതിന്റെ മുന്നേ മുത്തുനബിയുടെ ഖബർ മദീനയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാവും.